അപ്പോൾ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് വേറൊരാളുടെ ജോലിയെ പറ്റി പറയുന്നതെന്ന് മനസ്സിലാക്കി അല്ലേ? ഇനി നമുക്ക് നമ്മളെ പറ്റി തന്നെ, അതായത് നമ്മുടെ മാനസികാവസ്ഥയെ പറ്റി എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നോക്കാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ സന്തോഷത്തിലായിരിക്കും, ചിലപ്പോൾ സങ്കടത്തിലായിരിക്കും, ചിലപ്പോൾ ദേഷ്യമായിരിക്കും. ഇതെങ്ങനെ പറയും? അപ്പോൾ ഞാൻ എന്നെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. ഞാൻ സന്തുഷ്ടയാണ്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ സന്തുഷ്ടയാണെന്നൊന്നും പറയാറില്ല, അവൾ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു എന്നേ പറയുള്ളൂ. പക്ഷേ ഈ ഒരു വാചകം എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ സന്തുഷ്ടയാണ് എന്നെങ്ങനെ പറയും? ഞാൻ എന്നുള്ളതിന് ഐ എന്ന് പറയണം. സന്തുഷ്ടയാണ്, അപ്പോൾ ആണ് എന്നുള്ള വാക്കുള്ളത് കൊണ്ട് നമ്മൾ ഐ ആം എന്ന് പറഞ്ഞിരിക്കണം അല്ലേ? ഐ ആം. എന്താണ് സന്തുഷ്ട എന്നുള്ളതിൻ്റെ വാക്ക്? ഹാപ്പി. അപ്പോൾ ഐ ആം ഹാപ്പി. ഞാൻ ആകെ വിഷമത്തിലാണ്, വിഷമിച്ചിരിക്കുകയാണ് എന്നാണ് പറയേണ്ടതെങ്കിലോ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് വറീഡ് എന്നാണ്, അതായത് വിഷമത്തിലായിരിക്കുക എന്ന്. അപ്പോൾ ഐ ആം വറീഡ് എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ദുഃഖിതയാണെന്ന് പറയണമെങ്കിലോ, ദുഃഖിത എന്ന് വെച്ചാൽ ദുഃഖത്തിലാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക സാഡ് എന്നാണ്. എന്ത് പറയും? ഐ ആം സാഡ്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഒരു മാനസികാവസ്ഥയെ പറ്റി ഐ എന്നുള്ള വാക്ക് ചേർത്ത് ഉപയോഗിക്കുന്നത്. ഐ ആം എന്ന് പറയണമെന്ന് മാത്രം. അപ്പോൾ ഇതേപോലെ നമുക്ക് മറ്റുള്ളവരെ പറ്റിയും പറയാം. മറ്റുള്ളവരുടെ മാനസികാവസ്ഥയെ പറ്റി എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നോക്കാം. അപ്പോൾ എനിക്ക് പറയേണ്ടത് ലീന സന്തുഷ്ടയാണ്. മറന്നു പോരുത് കേട്ടോ, ഞാൻ എന്നെ പറ്റിയല്ല പറഞ്ഞത്, വേറൊരാളെ പറ്റി, ലീനയെ പറ്റി. അത് ഒരാളെ ഉള്ളു താനും. അപ്പം എന്താ പറയുക? ലീന ഇസ് സന്തുഷ്ട എന്നുള്ളതിന് എന്ത് പറയും? ഹാപ്പി. ലീന ഇസ് ഹാപ്പി. ഇനി അർജുൻ ദുഃഖിതനാണ്. ഇവിടെയും അതുപോലെ തന്നെ അർജുൻ ഒരാളേ ഉള്ളൂ. ദുഃഖിതൻ എന്നുള്ളതിന് നമ്മൾ മുൻപ് കണ്ടു സാഡ് എന്ന് പറയുന്നല്ലേ. അപ്പം എന്താ പറയുക? അർജുൻ ഇസ് സാഡ്. ഇനി വേറൊരാളെ പറ്റി ഞാൻ പറയാണ്, അവൻ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ദേഷ്യത്തിലാണ്, ആ മാനസികാവസ്ഥയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ആംഗ്രി എന്നാണ് കേട്ടോ. അപ്പോൾ എന്ത് പറയും? ഹീ ഇസ് ആംഗ്രി. മറ്റൊന്ന്, അവൾ വിശന്നിരിക്കുകയാണ്. അപ്പോൾ വിശപ്പുള്ളത്, വിശന്നിരിക്കുന്ന ഒരവസ്ഥ, അതിനെപ്പറ്റി പറയാൻ നമുക്ക് ഹംഗ്രി എന്ന് പറയാം. മുൻപ് ദേഷ്യപ്പെട്ടിരിക്കുക എന്നുള്ളതിന് ആംഗ്രി, ഇത് ഹംഗ്രി. അപ്പോൾ എന്താ പറയുക? അവൾ എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ഷീ ഇസ് ഹംഗ്രി. ഇനി നമുക്ക് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പ്രവൃത്തികളില്ലേ, അതിനെപ്പറ്റി എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പതിവായിട്ട് പല ദിവസങ്ങളിലും ആവർത്തിച്ചൊക്കെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത്, ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്, പതിവായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ നോക്കൂ. ഐ പ്ലേ ക്രിക്കറ്റ്. അപ്പോൾ കളിക്കുക എന്നുള്ളതിൻ്റെ പ്ലേ എന്നാണല്ലോ, അതുകൊണ്ടാണ് ഐ പ്ലേ ക്രിക്കറ്റ്. അപ്പോൾ ആദ്യം ഞാൻ എന്നെ പറ്റി പറയുന്നു, അതുകൊണ്ട് ഐ എന്ന വാക്ക്. അത് കഴിഞ്ഞ് എന്താ ചെയ്യുന്നത്? പ്ലേ. അത് കഴിഞ്ഞ് എന്താ കളിക്കുന്നത്? ക്രിക്കറ്റ്. അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. അടുത്തത് നോക്കൂ, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അപ്പോൾ സംസാരിക്കുക എന്നുള്ളതിന് നമുക്ക് ടോക്ക് എന്നൊരു വാക്കുണ്ട്, പക്ഷെ അത് നമ്മൾ സാധാരണ വർത്തമാനം പറയുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു ഭാഷ സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്പീക്ക് എന്നാണ് കേട്ടോ പറയേണ്ടത്. എന്ത് പറയും? ഐ. ഇനി ആ പ്രവൃത്തിയെ കാണിക്കുന്ന വാക്ക് സ്പീക്ക്. എന്താണ് സംസാരിക്കുന്നത്? ഇംഗ്ലീഷ്. അപ്പോൾ ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ചായ കുടിക്കുന്നു, അതായത് പതിവായിട്ട് നമ്മൾ ചായ കുടിക്കാറുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് പറയും? ഐ കുടിക്കുക എന്നുള്ളതിന് ഡ്രിങ്ക്. അപ്പോൾ ഐ ഡ്രിങ്ക് ടീ. ചായക്കാണ് നമ്മൾ ടീ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 3 വാചകങ്ങളും ഞാനിവിടെ എഴുതി കാണിക്കുക. ഒരു കാര്യം ശ്രദ്ധിച്ചോ, എല്ലാ വാചകങ്ങളും തുടങ്ങിയത് ഐ വെച്ചാണ്. ഞാൻ എന്നെ പറ്റിയാണല്ലോ പറഞ്ഞത്. അത് കഴിഞ്ഞ് ആ പ്രവൃത്തിയെ കാണിക്കുന്ന വാക്ക് നമ്മൾ എങ്ങനെ എഴുതിയെന്ന് നോക്കൂ. ഐ പ്ലേ, ഐ സ്പീക്ക്, ഐ ഡ്രിങ്ക്. അപ്പോൾ ആ പ്രവൃത്തിയെ കാണിക്കുന്ന വാക്കുണ്ടല്ലോ, വേർബ്, അത് നമ്മളവിടെ ഐ കഴിഞ്ഞിട്ട് എഴുതി. അതിനൊരു വ്യത്യാസവും വരുത്തിയില്ല. നമ്മളവിടെ എസ് ചേർക്കൊന്നും ചെയ്തില്ല. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് അനു എന്നൊരു വ്യക്തിയെ പറ്റിയാണ്. അനു ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അതായത് അവൾ സംസാരിക്കാറുണ്ടെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പറയുക? ഓർമ്മയുണ്ടല്ലോ, ഒരു ഭാഷ സംസാരിക്കുക എന്നുള്ളതിന് സ്പീക്ക് എന്ന് പറയണം. അപ്പോൾ ഞാൻ പറയുന്നത് അനുവിനെ പറ്റിയാണ്, അതുകൊണ്ട് ആ വാക്കാണ് ആദ്യം വരിക. അനു എന്താ ചെയ്യുന്നത്? സ്പീക്ക് എന്ന് പറയണം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കൂ, അനു സ്പീക്സ് എന്നാണ് ഞാൻ പറയുന്നത്. അനു സ്പീക്സ്. എന്താ സംസാരിക്കുന്നത്? ഇംഗ്ലീഷ്. അനു സ്പീക്സ് ഇംഗ്ലീഷ്. റീന കാപ്പി കുടിക്കാറുണ്ട്, അതായത് പതിവായിട്ട് ചെയ്യുന്ന കാര്യമാണ്. എന്താ പറയുക? റീന ഡ്രിങ്ക്സ് കോഫി. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലാക്കി? നമ്മൾ ഒരാളെ പറ്റി പറയുമ്പോൾ
ആ പ്രവൃത്തിയെ കാണിക്കുന്ന വാക്കുണ്ടല്ലോ വേർബ്, അതിൻ്റെ കൂടെ നമ്മൾ എസ് കൂടെ ചേർത്തു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അനു സ്പീക്സ് ഇംഗ്ലീഷ്, റീന ഡ്രിങ്ക്സ് കോഫി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് അനിൽ ടെന്നിസ് കളിക്കുന്നു. അനിൽ ഒരാൾ, കളിക്കുക എന്നുള്ളതിന് പ്ലേ. അപ്പോൾ എന്താ പറയുക? അനിൽ പ്ലേസ് ടെന്നിസ്. കണ്ടല്ലോ, അനിൽ പ്ലേസ് ടെന്നിസ്. അപ്പോൾ അറിയാമല്ലോ, അവിടെ എനിക്ക് അവൻ അല്ലെങ്കിൽ അയാളെന്ന് പറയണമെങ്കിൽ ഞാൻ ഹീ പ്ലേസ് ടെന്നിസ് എന്ന് പറയും. ഇനി അടുത്തത്, മിനി ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നു. അതായത് മിനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതെന്താ പറയുക? ഇഷ്ടപ്പെടുക എന്നുള്ളതിന് ലൈക്ക് എന്ന് പറയും. അപ്പോൾ മിനി ഒരാളാണേ, മിനി ലൈക്സ് ഐസ്ക്രീം അല്ലെങ്കിൽ ഷീ ലൈക്സ് ഐസ്ക്രീം.